അലവി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ കിതാബ്. അതേ കിതാബിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വഖദ് വഖഫ ശൈഖു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഫീ ഹാദൽ മൈദാനി മൗഖിഫൻ അളീമൻ ഖദ് യസ്തൻകിറുഹു കസീറുൻ മിമ്മൻ യദ്ദഈ അന്നഹു മൻസൂബുൻ ഇലൈഹി വമഹ്സൂബുൻ അലൈഹി. എന്തൊരു നയപരമായ പ്രയോഗങ്ങളാണിത്. റഹിമഹുല്ലാഹ് എന്ന് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇമാമ് എന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഷെയ്ഖ് എന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇസ്ലാമിന് അപകടകരമായി പോകും. ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കിയുടെ കിതാബ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നില്ല സുന്നികൾ. അതുപോലെ ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും വളരെ ബഹുമാനത്തോടുകൂടി. അപ്പൊ അവരെ കുറിച്ച് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും പേരോട് പറയാത്തത് വലിയ ഭാഗ്യമായി പോയി. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല. وقد نقل الإمام العلامة شيخ الإسلام ابن القيم خصوصية عجيبة غريبة. അപ്പൊ അൽ ഇമാം എന്ന് പറഞ്ഞാൽ തുടരപ്പെടുന്ന ആളെന്നാണ്. പേരോട് പറയാണ് എന്നെ കളിയാക്കാൻ. അങ്ങനെ അങ്ങോട്ട് പറയാനാണോ? ഇത് അലവി മാലിക്കിന്റെ കിതാബാ, മുഹമ്മദ് അലവി അൽ മാലിക്കിന്റെ. തറക്കല്ലിളക്കി വിട് എന്നിട്ട് പറയാ എന്നെ നന്നാക്കാൻ. അൽ ഇമാം തുടരപ്പെടുന്ന ആളാ. പക്ഷെ വലിയ രസം, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഞാൻ പറയരുത് എന്ന് പറയുന്ന ഭാഗം അദ്ദേഹം പറയുന്നതിന്റെ ഇടയിൽ തൊള്ളയിൽ, അദ്ദേഹത്തിന്റെ തൊള്ളയിൽ ഇബ്നു തൈമിയയെ പറ്റി ഷെയ്ഖുൽ ഇസ്ലാം ഒന്നുപോയി. അദ്ദേഹം ഇപ്പോ അൽ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നുൽ ഖയ്യിമിനെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയൊക്കെ വലിയ ഇമാമാക്കിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. തരീഖത്തിന്റെ ആരംഭകാലത്ത് കക്കാട് എന്നോട് ചോദിച്ചിരുന്നു, അതിന് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ യോഗം കൂടിയെന്ന് ഏറ്റി പറഞ്ഞ മാതിരി ആയിപ്പോയില്ലേ. ഇതൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ സുബ്ഹാനല്ലാഹ്. വേറെ ഒരു വലിയ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിവാഹപ്രായം എത്തിയ അന്യ സ്ത്രീകൾ ഈ ഖലീഫന്റെ കൂടെ വന്നിരുന്നു, ക്യാമറയായിട്ട് മിസ്റിന്റെ കൂടെ വന്ന്. എന്റെ ചെറിയ മോള് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആ തെമ്മാടിത്തര എഴുതി. ആ ആളുകൾ ക്യാമറയിൽ പല ഫോട്ടോ എടുത്തു. എന്നിട്ട് ആൺ പെൺ കലരുന്നു എന്ന് വരുത്താൻ വേണ്ടി എന്നിട്ട് പറയുന്നത് എന്താ, ഇത് ശരിയാത്തിലുള്ളത്. അങ്ങനെ അപമാനിക്കൽ മനുഷ്യന്മാരെ പേരോട് പറയുന്നു. നോക്കി നിങ്ങൾ, ഇത് കളിയാണ്, കളിന്റെ ചില കോലങ്ങളാണ്. ഇനി സ്ത്രീകളെ കളി കാണുന്നത് ആണുങ്ങൾ നോക്കണ്ട, പെണ്ണുങ്ങൾക്ക് കാണാലോ. ഇത് ശരിയാത്തിൽ എവിടെയുള്ളത്? പെണ്ണുങ്ങളെ ഫോട്ടോ കാട്ടി കൊടുക്കുക പൊതു സദസ്സിൽ, എന്നിട്ട് ആണുങ്ങൾ നോക്കണ്ട, പെണ്ണുങ്ങൾക്ക് കാണാലോ. ഇത് അള്ളാന്റെ ദീനാണോ? എന്നിട്ട് വലിയ രസം എന്താണ്, സിറാജുൽ ഹുദയിലെ കുട്ടികളില്ലേ മൊയ്ലിയമാര്, ഓല് നല്ലോ നോക്കണ അയിമൽക്ക ഓല് നോക്കാക്കുവോ? ഇതിങ്ങനെ പ്രചരിപ്പിക്കല. ഇത് കേരളം മുഴുവൻ കാണല്ലേ ഈ ഹറാമ്. ഇത് കൊടുക്കുന്ന ആരാ? ഇത് യഥാർത്ഥത്തിൽ എവിടുത്തെ ഫോട്ടോ നിങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഘോഷയാത്ര നടക്കുന്നു തെരുവിൽ, റോഡുമലുള്ള പെണ്ണുങ്ങൾ. അത് ദസൂഖിയ തരീഖത്തിൻ്റെതും മറ്റു തരീഖത്തിന്റെ ഒക്കെ ഘോഷയാത്ര ഉണ്ട്. അതിൽ റോഡുമക്കൂടെ ഫോട്ടോ പിടിക്കുക, എന്നിട്ട് ഇവിടെ കൊടുക്കുക. എന്താണ് ഈ കബളിപ്പിക്കൽ? സലാത്ത് നഗറിൽ മർക്കസിലും ഒക്കെ ഫോട്ടോ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പുറപ്പെട്ടാൽ എന്തൊക്കെ വരും ഈ ദുനിയാവിന്? സ്ത്രീകളെ കളി അതൊന്ന് പെണ്ണുങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചുകൊടുത്തേ. മുരീദത്തികളെ കളി, ഷെയ്ഖ് ഉസ്മാന്റെ പരമ്പരയിൽ മുരീദത്തികളാ. സ്ത്രീകളും പുരുഷന്മാരും കലർന്നിട്ടുള്ളൊരു കളി. പുരുഷന്മാരെ മാത്രം നോക്കിക്കോട്ടെ, പെണ്ണുങ്ങൾ മാത്രം നോക്കിക്കോട്ടെ. ഈ ഫോട്ടോ ഒക്കെ കൈറോ സിറ്റിയിൽ നിന്ന് മൊയ്ലിയമാരുട്ടികൾ പടച്ചുണ്ടാക്കിയതല്ലേ? ഇത് ഷെയ്ഖ് മുഖ്താറിന്റെ പരടി വെച്ച് കെട്ടുക. എന്താണ് ഈ പറയണത്? പിന്നെ സുഡാനിലെ സൈറ്റിലെ കുറെ ഭാഗം അത് ബുർഹാനികളുടെ സൈറ്റിലുള്ളതാണ്. അതിന് അവര് പറഞ്ഞോളൂ, ഞാനല്ല പറയേണ്ടത്. ദസൂഖിയ ത്വരീഖത്തിനെ കുഴിച്ചു മൂടാൻ എന്തെല്ലാം പടനീക്കങ്ങളും കരുനീക്കങ്ങളുമാണ് ബഹുവന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി രംഗത്ത് കൊണ്ടുവരുന്നത്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുവരെ അന്യ സ്ത്രീകളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു CD വ്യാപകമായി മുസ്ലിം വീടുകളിലേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ തുടക്കമല്ലേ പേരോട് സൃഷ്ടിച്ചത്? സ്ത്രീകളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് സ്ത്രീകൾ നോക്കിക്കോട്ടെ, പുരുഷന്മാര് കണ്ണു ചുംബിക്കാളി, പുരുഷന്മാര് നോക്കിക്കോട്ടെ, സ്ത്രീകൾ കണ്ണു ചുംബിക്കാളി എന്ന് പറയുന്ന ഈ സംസ്കാരം സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനത്തിൽ ഏത് കീഴ്വഴക്കമാണ്? ഇതൊക്കെ ആരെ തൃപ്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാനാണ്? യഥാർത്ഥത്തിൽ ചെണ്ട കാണിച്ചു കൊടുക്കി എന്ന് പറയുന്നുണ്ട്. ആ ചെണ്ടയെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അലവി സഖാഫി കൊളത്തൂര്
ചെണ്ടയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കേൾക്കാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമില്ലാത്തതുമായ ചെണ്ട വലിയ ചെണ്ട അത് കിട്ടാൻ കുഴപ്പമില്ല. അത് ചായ തന്നെ എഴുതിക്കണ്ട. അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. അവിടെ ഈ തുണിയുടെ വിഷയം വരുന്നത് ഇടുമ്പോ തുണിയുടെ വിഷയം വലിയ വിഷയം തന്നെയാണ്. ഇടുന്നതിന് വലിയ വിഷയം തന്നെയാണ് പറയുന്നത്. അത് വേണ്ടി കേൾക്കുകയാണ്. ആനക്കത്തെ കുഴപ്പം ആനാന്ന് പറഞ്ഞ ഹറാമായ ദിവസമുണ്ട്. ഖുർആനിൽ പറഞ്ഞു ആനെന്ന് തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല കാരണം ഇത് മറ്റു മതസ്ഥരുടെ ചെയ്യാറുകളാണ്. ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ചെയ്യാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ചെയ്യാറുണ്ടാകുമ്പോൾ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊണ്ടെടുക്കാൻ പാടില്ലല്ലോ, കാര്യം മുൻപല്ലോ. മറ്റു മതസ്ഥർ കുത്താടിയില്ല, നമുക്ക് കുത്താടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ നമുക്ക് വെച്ച കത്തിട്ടില്ല, നമുക്ക് വെച്ച കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആന കുടുംബത്തിന് ആറാമൊന്നും ആവില്ല. ഇതുപോലെ ഓരോന്നും കാണിക്കുകയാണ്. മറുപടിയൊക്കെ അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്താറിന്റെ പ്രകടനത്തിൽ സ്ത്രീകൾ കൂക്കി വിളിക്കുന്നത് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പേരോട് ചിത്രമിടുന്നുണ്ട് മിനിറ്റുകളോളം. ഷെയ്ഖ് പ്രകടനം നടത്തുമ്പോൾ പെണ്ണുങ്ങൾ വിസിൽ വിളിച്ച് കൂക്കിരിക്കുന്ന കേട്ടോ. അവിടെയൊക്കെ ചിന്തിക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള പ്രകടനത്തിൽ സ്ത്രീകളെ അണിനിരത്താൻ, ഫോട്ടോ അണിനിരത്താൻ കഴിയാതെ വന്നപ്പോഴാണ് സ്ത്രീ ശബ്ദം പ്രദർശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ കൂടിപ്പോകുന്ന ഒരു പ്രകടനം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും CD-യിൽ മുങ്ങി തപ്പിയിട്ട് അത് കൊണ്ടുവരുമായിരുന്നു. ഏറെ നേരം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ഘോഷയാത്ര കാണിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു രംഗവും കാണിക്കാൻ അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നും കാണിച്ചിട്ടുമില്ല. ഞാനൊരു കാര്യം പറയുന്നു, ഇവിടെ പേരോടിന്റെയും AP-യുടെയും ഒക്കെ ഘോഷയാത്രകളിൽ, കേരളത്തിലെ നബിദിന പരിപാടികളിൽ, ദഫ് പരിപാടികളിൽ സ്ത്രീകളുടെ കാണികളുടെ രംഗം വളരെ കൂടുതൽ കാണാറുണ്ട്. തെരുവിലുടനീളം സ്ത്രീകൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഘോഷയാത്ര കാണാറുണ്ട്. ഇതൊക്കെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് കാന്തപുരത്തെയോ പേരോടിനെയോ കരിവാരി തേക്കാൻ ഒരുങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെയല്ലേ അവരും ചെയ്തത്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ഫോട്ടോ കിട്ടാതെ വന്നപ്പോൾ അവസാനം കൈറോ തെരുവിൽ എല്ലാവരും കൂടി നടത്തുന്ന ഘോഷയാത്ര, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ഘോഷയാത്ര എന്ന് പേരോടിന്റെ അടിക്കുറിപ്പ് പ്രഖ്യാപനം അവിടെ നടക്കുന്നുണ്ട്. എന്തൊരു തമാശയാണ്! ഒരു വലിയ സിറ്റിയിൽ എല്ലാ തരീഖത്തിന്റെ അഹ്ലുകാർ അഥവാ സുന്നികൾ അവിടെയുള്ള എല്ലാവരും, എന്നിട്ട് ഘോഷയാത്ര പോയതിന്റെ പിന്നാലെ സ്ത്രീകൾ തെരുവിലൂടെ മാറുന്ന രംഗം അതെടുത്ത് പ്രദർശിപ്പിച്ചിട്ടല്ലേ ഷെയ്ഖിന്റെ പെരടിയിൽ വെച്ച് കിട്ടുന്നത്.